ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 7 മണിയായപ്പം നമ്മൾ എഴുന്നേറ്റ് കേട്ടോ. ചായയൊക്കെ കുടിച്ചിന് നമുക്ക് ഞാനും പൊന്നപ്പനായിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീൻ കാണാം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ഇന്ന് കാണിച്ചു തരാം. കാക്കു എങ്ങനെ കാക്കു കളിക്കുന്നു കണ്ടേ കാക്കു കളിക്കുന്ന എങ്ങനെ പറ. കണ്ടേ കണ്ടു പറ. 1 2 3 പറ. 1 2 3 4 5. അപ്പ വരുമോ അമ്മയ്ക്ക്? ഹായ്. ഹായ് ഗായ്സ് പറ. ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. അങ്ങനെ ഞങ്ങളിപ്പം എഴുന്നേറ്റ് കുറച്ച് നേരമായി. പൊന്നപ്പം ഇപ്പം എണീറ്റതാണ്. ഞങ്ങൾ എണീറ്റിട്ടാ പൊന്നപ്പം എണീറ്റ അല്ലേ? അതേ പറ. സാധാരണ ഇന്ന് നേരത്തെ എണീക്കുന്ന പൊന്നപ്പനാട്ടോ. ഇന്ന് ഞാനും ഏട്ടയൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ടാണ് പൊന്നപ്പൻ എണീറ്റ് വന്നത് കേട്ടോ. പൊന്നപ്പൻ ഭയങ്കര കുരുത്തക്കേടാണ്, ഭയങ്കര വികൃതിയാണ്, നല്ല ഉപദ്രവമാണ്. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എൻ്റെ കയ്യിലിരുന്ന് ഞങ്ങൾ കാര്യമൊക്കെ പറയും കേട്ടോ. കാര്യമൊക്കെ പറയും, ഭയങ്കര സ്നേഹമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്താൽ പിന്നെ അങ്ങ് ഉമ്മ തിരക്കവും സ്നേഹപ്രകടനവും സോപ്പിടാൻ മിടുക്കനും കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലെ ഇപ്പം എഴുന്നേറ്റ് ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ അവന് കാപ്പി കൊടുക്കും കേട്ടോ. കാപ്പിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അവനെ പിന്നെ ഞാൻ കുളിപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങ് വിശക്കും. പിന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ, തണുപ്പായതുകൊണ്ട് വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ അതവന് വലിയ പ്രശ്നമില്ല. നല്ല ഇടയ്ക്ക് ഒരു ചെറിയ ജലദോഷം പോലെ ഉണ്ടായതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ കുളിപ്പിക്കുന്നത് കേട്ടോ. രാവിലെ നല്ലതാണ്ട് സൂര്യപ്രകാശമൊക്കെ സൺ കിസ്സസ് ആണ് കേട്ടോ. സൺ കിസ്സസ്. വെയിലുണ്ട്, ഇന്ന് വലിയ മഴയില്ല. രാവിലെ മീനിൻ്റെ അക്കോറിയൊക്കെ നിറഞ്ഞു കേട്ടോ. ഉണ്ട് ഇതിനകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണും. ഉണ്ട് കണ്ടു. ഉമ്മി ഞങ്ങളുടെ കല്ല് കാണണ്ട. തണുപ്പത്ത് നല്ല ഉറക്കമാണ് ഗൈസ്. കല്ലുമോൾ ഉറക്കമാണ്. തെന്നി വീഴുമോ? ഇന്നിപ്പോൾ എന്തോ നല്ലൊരു വെയിലാണ്. ഇതിൽ മീനല്ല ഗൈസ് ഉള്ളത്, തവളയാണുള്ളത്. കണ്ടോ തവള. അതിനകത്ത് ഒരാമ്പലും പിടിച്ചിട്ടുണ്ട്, കുറേ മുട്ടുകളുമുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും കൊതുക് വരത്തില്ല എന്നാണ് ഒരു വിശ്വാസം. തുണിയൊന്നും ഉണങ്ങത്തില്ല ഗൈസ്. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. അന്ന് പോയിട്ട് വന്നപ്പം ബാഗ് കൊണ്ട് ഉണക്കാനിട്ടത്, ബാഗൊക്കെ നനഞ്ഞു പോയായിരുന്നു. ഇന്നെന്തോ ഒരു വെയിലടിക്കുന്നുണ്ട്.
ഈ കാലാവസ്ഥയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് കഴിച്ച് തുണി ഉണങ്ങാത്തത്. കാര്യം ഇത് നല്ല വെയിലുണ്ടായാലല്ലേ നല്ല പോലെ ഉണങ്ങി കിട്ടത്തുള്ളൂ. ഒരു തണുപ്പും പിന്നെ നമ്മൾ കഴുകി ഇട്ടാലും നല്ലൊരു മണം കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഈ കാലാവസ്ഥയൊക്കെ മാറിയാലേ അതൊക്കെ ഇനി ശരിയാവും. കുഞ്ഞുങ്ങളുടെയൊക്കെ തുണി ഉണങ്ങി കിട്ടാൻ വലിയ പാടായി ഈ കാലാവസ്ഥയിൽ. അതേ ഉള്ളൊരു പ്രശ്നം. എൻ്റെ കയ്യിൽ റബ്ബർ കൊണ്ട് തന്നിട്ട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ഞാനുണ്ട് കുറച്ചും കൂടെ മുടി ഉണ്ടായിരുന്നപ്പോൾ ഇതിലും വൃത്തിക്ക് കെട്ടായിരുന്നു. അല്ലടാ പിന്നെ ഈ മഴ സമയത്ത് അധികം ജനലൊന്നും തുറന്നിടാത്ത നല്ലത്. ഈ ഇഴജന്തുക്കളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുറച്ച് നേരം തുറന്നിട്ടിട്ട് ഞാനങ്ങ് അടച്ചിടും കേട്ടോ. ഇന്നിപ്പോൾ ഒരു ചെറിയ വെയിൽ ഇതാണ്ട് കാണുന്നുണ്ട്. ഇപ്പം അതുമല്ല ഈ കൊതുകുള്ള സമയമായതുകൊണ്ട് നല്ലപോലെ കൊതുകും കയറും കേട്ടോ. പൊന്നപ്പന് കൊതുകിൻ്റെ അലർജി ഉള്ളതുകൊണ്ട് അത് ഭയങ്കര സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്കിന് തുറന്നിട്ടിട്ട് പിന്നെ ഒരു 12 മണി 11 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ വീണ്ടും അങ്ങ് അടച്ചിടും കേട്ടോ. പിന്നെ അപ്പായുടെ ATM, അപ്പായുടെ ലൈസൻസ്, ഗുളികയുടെ കവറ് അപ്പായുടെ കയ്യിൽ നിന്ന് കിട്ടും നിനക്ക് കേട്ടടാ. എന്തു പറ്റി? അപ്പായ അടിക്കും. അപ്പായുടെ സാധനം എടുത്ത് അപ്പായ അടിക്കും. ഞാൻ ജനൽ തുറക്കാൻ പോയ തക്കം നോക്കി ഏട്ടയുടെ പേഴ്സ് എടുത്ത് അതിനകത്ത് കിടക്കുന്ന എല്ലാം പിരുത്തെടുക്കുമായിരുന്നു കേട്ടോ. അതിനകത്തുനിന്ന് ഒരു നോട്ട് കണ്ടപ്പോൾ പൈസ എന്നും പറഞ്ഞ് കിടന്നങ്ങ് നിലവിളിയായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എടുത്തെല്ലാം കീറിക്കളയുന്നത് കാര്യം അതിന് മുന്നേ ഞാൻ കണ്ടില്ല. അതെങ്കിൽ എല്ലാം പൂതിരി മുന്തിരിയാക്കി കളഞ്ഞേനെ. അമ്മയ്ക്ക് തരുമോ? താങ്ക്സ്. അപ്പായുടെ ആണോ മരുന്ന്? അപ്പായുടെ മരുന്ന്. അപ്പോൾ ഇന്നലെ വീട്ടിൽ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഏട്ടയിൽ പോയി ഗ്യാസിൻ്റെ കുറ്റി എടുത്തുകൊണ്ട് വന്നു. അതിപ്പോൾ ഫിറ്റ് ചെയ്യുക കേട്ടോ. ഇത് ചെയ്താലേ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വല്ലതും വെക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേ വിറകടുപ്പിൽ വെക്കുമ്പോൾ പിന്നെ മൊത്തം കരിയില്ല. പിന്നെ ഞാൻ ചെയ്യാറില്ല, അമ്മയാണ് ചെയ്യാറ്. അടുപ്പിലെ കാര്യങ്ങളെല്ലാം അമ്മയാണ് നോക്കുന്നത് കേട്ടോ. അപ്പായുടെയും മോൻ്റെയും ഗുസ്തി കൂടലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ എല്ലാവർക്കും ഷുഗർ നോക്കണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഷുഗർ നോക്കി. അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ്. ഏട്ടയ്ക്ക് ഷുഗർ നോക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അച്ഛനെ നോക്കണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇത് കുത്തുമ്പം പേടി കേട്ടോ. ആദ്യം എനിക്കും ഇത് കൈ കുത്തി എന്നുവെച്ചാൽ അവരുടെ കൈ എനിക്ക് കുത്താൻ പേടിയായിരുന്നു, അവർക്ക് നോവുമെന്ന് വെച്ചിട്ട്. പിന്നെ അത് അങ്ങ് ശീലമായി. പക്ഷെ ഞാനിത് നോക്കാറില്ല കേട്ടോ. എൻ്റെ കൈ കുത്തിയാൽ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ നോക്കാറില്ല. അങ്ങനെ ഏട്ടയെ ഞാൻ പിടിച്ചിരുത്തി നോക്കാമെന്നും പറഞ്ഞ് നോക്കിച്ചതാണ്. കാര്യം ഏട്ടയും നല്ല മധുരം തീറ്റയാണ്. ഒരു കിലോ അലുവയൊക്കെ കൊടുത്താൽ എൻ്റെ ഏട്ടയ്ക്ക് ഒറ്റ ദിവസം അത് ഏട്ടയെ കഴിച്ചു തീർക്കും. അത്രയ്ക്ക് അലുവപ്രാന്തനാണ് എൻ്റെ ഏട്ട. അതുകൊണ്ട് ഏട്ടയുടെ ഷുഗറും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഏട്ടയ്ക്ക് നോർമലാണ് കേട്ടോ. 76 ഉള്ളൂ. അത് ഏട്ട ചായ കുടിച്ചിട്ടാണ് നോക്കിയത്. ഇത് നോർമലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഷുഗർ കുറവായിട്ടേക്കും. അങ്ങനെ അപ്പായി രാവിലെ ഞങ്ങൾ ജോലിക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ കൂടെ പോകാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പായി എന്ന് പറഞ്ഞാൽ നിലയെ വിളിച്ചുകൊണ്ടായി ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ചാടി ഇറങ്ങും കേട്ടോ. ഇനി ഏട്ട ഇവിടുന്ന് ഇച്ചിരി നേരം എടുത്ത് പിന്നെ എൻ്റെ കയ്യിൽ കൊണ്ടാക്കി പോകുമ്പോഴത്തേക്കിന് നിലവിളി അങ്ങ് തുടങ്ങും. ഞാനെങ്ങാനും എടുക്കുമെന്ന് ഓർത്തിട്ടുള്ള വെപ്രാളത്തിനാട്ടോ ഓടുന്നത്. അങ്ങനെ നിലവിളി കഴിഞ്ഞിട്ട് പൊന്നപ്പന് നമ്മളിത് അപ്പവും കടലയും കൊടുത്ത് അവന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ നിലവിളി അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് പിന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോട്ടോ. ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നപ്പോഴത്തേന് കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വരാം കേട്ടോ. ശരി. നമ്മൾ കുളിച്ചു. ഇപ്പോൾ ഒരു കുറച്ച് നാളുകൊണ്ട് പൊന്നപ്പൻ കരി എഴുതാൻ വേണ്ടിയിട്ട് നല്ലപോലെ സഹകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കരി എഴുതുമ്പോൾ വലിയ പ്രശ്നമില്ല, ഒന്നും തിരുമ്മി കളയത്തില്ല, അടങ്ങി ഒതുങ്ങി ഇരുന്ന് തരും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കരി എഴുതുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് നാളിൽ എഴുതാതിരുന്ന ഇപ്പം ഈ കലാപരമായി ഓരോന്നൊക്കെ ഇവൻ്റെ മുഖത്ത് ചെയ്ത് പഠിക്കാൻ എനിക്ക് ഭയങ്കര ത്വരയാട്ടോ. അതുകൊണ്ട് ആ ഒരിത് കാരണം വീണ്ടും ഞാൻ കരി ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പെൺകൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി പൊട്ടൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ.
അങ്ങനെ ഇവന് ഞാൻ അതേപോലെ ഓരോ ദിവസം ഓരോ രീതിയിലുള്ള പൊട്ടൊക്കെ ഇട്ട് കൊടുക്കും. എന്തുമായാലും വീട്ടിൽ നിൽക്കുമല്ലേ, നമ്മളല്ലേ കാണുന്നുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ കരിയൊക്കെ എഴുതി പൊട്ടൊക്കെ ഇട്ട് സുന്ദരിയാക്കും. സുന്ദരിയാക്കാൻ പൊട്ടിട്ട് തരട്ടെ എന്ന് ചോദിച്ചാൽ അന്നേരം വന്ന് കിടന്നു വരും കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇവന് ഈ ലൈറ്റ് മുഖത്തടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, അത് അവനങ്ങോട്ട് പിടിക്കത്തില്ല. അങ്ങനെ ഞാൻ കരിയൊക്കെ എഴുതി, പക്ഷേ പൗഡർ ഇട്ട് കൊടുത്തില്ല. ഇവൻ തേച്ച് കളയുന്നതിന് മുന്നേ പൗഡർ ഇട്ട് കൊടുക്കാൻ ഇവനെ വിളിച്ചിട്ട് ഞാൻ പിന്നെ കൊണ്ടുപോയി മുഖമൊക്കെ കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് സുന്ദരിയാണോന്ന് കാണിച്ചു കൊടുത്തിട്ട് പൗഡർ ഇട്ട് കൊടുത്തു. ഞാൻ പൊന്നപ്പനെ കുറുക്കലും കൂടെ കാച്ചി അവൻ്റെ ബോട്ടിൽ തിളപ്പിക്കാനും വെച്ചിട്ട് കുറുക്കൽ കാച്ചി തണുക്കാൻ വെച്ചിട്ട് ഞാൻ പോയി പല്ല് തേച്ച് കാപ്പിയൊക്കെ കുടിച്ച് തുണിയൊക്കെ കഴുകാണ്ട് അതൊക്കെ കഴുകിയിട്ട് കേട്ടോ. രാവിലെ ഞാൻ സുന്ദരിയാക്കി ചേർക്കാൻ ഇരിക്കുന്ന പോലെ നമുക്ക് തള്ളച്ചോട്ടാതടാ, തള്ളച്ചോട്ടാതടാ, തള്ളച്ചോട്ടാതടാ. പഠിക്കാൻ സമ്മതിക്കത്തില്ല ഗൈസ്, പഠിക്കാൻ സമ്മതിക്കില്ല. ഞാൻ പഠിക്കുന്ന കണ്ടോണ്ട് കയറി, ഞാൻ പഠിക്കാനിരിക്കുന്ന കണ്ടോണ്ട് കയറുന്നു. ഓ പഠിക്കുവാണോ? ആ ഗുസ്തിക്ക് ശേഷം കുറുക്കലും കുടിച്ച് പൊന്നപ്പം ഉറങ്ങിയേട്ടോ. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.